ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ എഡ്ജ് 14 എന്ന പുതിയ ഫോണിന്റെ വിശേഷങ്ങളാണ്. ഈ മാസം 23-ാം തീയതി ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. ഏകദേശം 30,000 രൂപയുടെ അടുത്താണ് ഇതിന്റെ വില വരുന്നത്. ഈ ഫോണിന്റെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് വാഗൺ ലെതറിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഫ്രെയിമാണ്. കൂടാതെ എഡ്ജ് 40ക്ക് ഹൈലൈറ്റ് ആയി കമ്പനി പറയുന്നത് IP68 അണ്ടർ വാട്ടർ സർട്ടിഫിക്കേഷൻ ആണ്. 1.5 മീറ്റർ അരമണിക്കൂർ വെള്ളത്തിൽ കിടന്നാലും യാതൊന്നും ഫോണിന് സംഭവിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡസ്റ്റ്, ഡേർട്ട്, സാൻഡ് എല്ലാത്തിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ IP68 നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെന്തായാലും ഭൂരിഭാഗം ഫോണുകൾക്ക് ഇല്ലാത്ത നല്ലൊരു സവിശേഷത തന്നെയാണ് ഈ അണ്ടർ വാട്ടർ പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ഇനി എടുത്തു പറയുന്ന അടുത്തൊരു പ്രത്യേകത 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഫ്രെയിമിനോട് കൂടെ ഈ 3D കർവ് ഡിസൈൻ കൂടി ആകുമ്പോൾ കാണാൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 40. ഇനി പ്രൊസസർ സൈഡിലേക്ക് വരുമ്പോൾ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരാൻ കഴിവുള്ള വേൾഡ് ഫസ്റ്റ് Mediatek 1820 പ്രോസസ്സറാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. കൂടാതെ 8GB റാം ഉണ്ട്. വിശാലമായ റാമാണ്. 256 GB സ്റ്റോറേജും ഈ ഫോണിനുണ്ട്. എന്തായാലും ഇത് രണ്ടും കൊണ്ട് മികച്ച ഗെയിമിംഗ് ഫോണാണ് മോട്ടറോള എഡ്ജ് 40 എന്ന് പറയാം. ഗെയിമേഴ്സിനെ ഉദ്ദേശിച്ച് തന്നെ ഹൈപ്പർ ക്രിസ്റ്റൽ ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ചൂട് കൂടുതൽ വരാതെ കൂളിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഹൈ പെർഫോമൻസ് ആണ് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 6.55 POLED ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. അതുകൂടെ 3D കർവ്ഡ് സൈഡ് കൂടി ആകുമ്പോൾ ബേസ്ലെസ് ആയ മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. മികച്ച ഡിസ്പ്ലേക്കൊപ്പം തന്നെ മികച്ച സ്മൂത്തായ സ്ക്രോളിങ്ങും ഗെയിമിങ്ങും നടത്താൻ വേണ്ടി ഫ്ലൂയിഡിക്കായ ഫാസ്റ്റായ 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. സാധാരണ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് മറ്റു ഫോണുകൾക്ക് വന്നിരിക്കുന്നത്. എന്നാൽ മോട്ടറോള എഡ്ജ് 40ക്ക് 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. എന്ന് വെച്ചാൽ കിഡിലൻ ഗെയിമിംഗ് ഫോണാണ് മോട്ടറോള എഡ്ജ് 40 എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്പ്ലേക്ക് HDR10+ കൂടുതൽ ബ്ലാക്കും ഡീപ്പറുമായ കളറ് ബ്രൈറ്റിലും കോൺട്രാസ്റ്റിലും കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച HDR10+ മോട്ടറോളയുടെ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. മ്യൂസിക് ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, സൗണ്ട് കിടിലൻ സൗണ്ട് തന്നെയാണ് സ്പീക്കറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ക്യാമറ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 ക്യാമറയാണ് റെയർ സൈഡിൽ വരുന്നത്. 50 MB ക്യാമറയോടൊപ്പം തന്നെ 13 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും റെയർ ക്യാമറയായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയായി കൊടുത്തിരിക്കുന്നത് 32 MB ക്യാമറയാണ്. മികച്ച സെൽഫി എടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന മികച്ചൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ക്യാമറ സൈഡിൽ വരുമ്പോൾ ഒരുപാട് സെറ്റിംഗ് ക്യാമറ സൈഡിൽ കമ്പനി തന്നെ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലോ മോഷൻ, പോർട്രേറ്റ്, ഡുവൽ ക്യാപ്ചർ, മൈക്രോ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ, വീഡിയോ സ്നാപ്ഷോട്ട് എടുക്കാം, ഇങ്ങനെ ലൈവ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഓഡിയോ സൂം ഉണ്ട്, എക്സ്റ്റേണൽ മൈക്രോഫോൺ സപ്പോർട്ടോട് കൂടി മികച്ച രീതിയിൽ നമുക്ക് ഫോട്ടോയും വീഡിയോസും എടുക്കാവുന്ന ഒരുപാട് സെറ്റിംഗ് ക്യാമറ സൈഡിൽ മോട്ടറോള കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 4400 mAh ബാറ്ററിയാണ്. അതിന് കൂടെ വേഗത്തിൽ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി 68 വാട്ട് ടർബോ പവർ ചാർജിംഗ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വയർലെസ് ചാർജിങ് സൗകര്യമുണ്ട്. 15 വാട്ട് വയർലെസ് ചാർജിങ് സൗകര്യവും ഈ ഫോണിലുണ്ട്. ഇതൊരു 5G ഫോണാണ്. 14 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യും. കൂടാതെ Wi-Fi 6 ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന വൈഫൈ സിസ്റ്റം. മികച്ച സ്പീഡ് എന്തായാലും നമുക്ക് വൈഫൈയിലുണ്ട്. പിന്നെ എടുത്തു പറയാവുന്ന വേറൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിനെ വയർലെസ് ആയി നമുക്ക് മറ്റ് ഡിവൈസുമായി ബന്ധിപ്പിക്കാൻ കഴിയും. TV ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റേതെങ്കിലും ഗെയിമിങ്ങിന് വേണ്ടി നമുക്ക് വയർലെസ് ആയി കണക്ട് ചെയ്ത് ഫോൺ ഉപയോഗിച്ച് നമുക്ക് കളിക്കുവാൻ വളരെ എളുപ്പത്തിൽ കഴിക്കും. അത് തീർച്ചയായും ഗെയിമേഴ്സിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. വയർലെസ് ആയി നമുക്ക് TV ആയിട്ടോ ഡെസ്ക്ടോപ്പുമായിട്ടോ കണക്ട് ചെയ്ത് ഈ ഫോൺ ഉപയോഗിക്കാമെന്നുള്ളത്. Android 13 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. മോട്ടറോള എഡ്ജ് 14 ഒരുപാട് ഓപ്ഷൻ
നമുക്ക് പേഴ്സണലൈസ് ആയിട്ട് ജസ്റ്റർ മോഡും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഈ ഫോൺ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, നമുക്ക് സ്ക്രീൻ ഫിംഗർ പ്രിന്റ് റീഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ തന്നെയാണ് റീഡർ വന്നിരിക്കുന്നത്. സ്ക്രീനിൽ വിരലമർത്തി നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ സെക്യൂരിറ്റി ഫീച്ചേഴ്സായി തിങ്കിൾ ഷീൽഡിൻ്റെ മോട്ടറോള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. കൂടുതൽ സെക്യൂറായ സെക്യൂരിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ മോട്ടോറോളയുടെ സെക്യൂർ ഫയൽ സിസ്റ്റത്തിൽ നമുക്ക് സൂക്ഷിച്ച് ഫോൾഡറുകളിൽ സീക്രട്ട് ഫോൾഡറുകളായി സൂക്ഷിച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ സൂക്ഷിക്കുവാനുള്ള സൗകര്യം ഫോണിൻ്റെ അകത്തുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയ ഒരു കിടുക്കാച്ചി ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 40. 30,000 രൂപയ്ക്ക് മികച്ച പെർഫോമൻസും മണി വാല്യൂ തരുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 40. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy.